പ്ലീസ് ഐ ആം ടയർഡ്. ചെന്നൈയിൽ നിന്ന് ഒറ്റ വരവായിരുന്നു ബൈ റോഡ്. ഡീറ്റെയിൽ പത്രസമ്മേളനം നമുക്ക് നാളെ നടത്താം പ്രസ് ക്ലബിൽ. ഓക്കെ, ബൈ. എന്താ മണിയപ്പൻ, സുഖമല്ലേ? வணக்கம் சார். இவன் தாங்க நாகப்பன். தெரியும். മർഡർ കേസ് ക്രൈം നമ്പർ 763/2006. ഭരണകക്ഷി MLA പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ സ്റ്റേജിൽ കയറി വെട്ടിക്കൊന്നവൻ. നിന്നോട് വരാൻ പറഞ്ഞത് എനിക്ക് നിന്നെ കൊണ്ടൊരു ആവശ്യം ഉള്ളതുകൊണ്ടാണ്. ഞാൻ ചാർജ് എടുക്കുന്ന സ്ഥലം അത് എവിടെയായാലും എല്ലാ അർത്ഥത്തിലും എനിക്ക് കീഴ്പ്പെട്ട് നിൽക്കണം. പ്യോർലി അണ്ടർ മൈ കൺട്രോൾ. അതെനിക്ക് വാശി, നിർബന്ധം. ഇവിടെ അതിന് തടസ്സം അവൻ. ഞാൻ അന്വേഷിച്ചു അവന്റെ വിവരങ്ങൾ. ക്രിമിനൽസിന്റെ ഇടയിൽ പോലീസുകാരുടെ ഇടയിൽ ഒരു ക്രിമിനൽ. അവന്റെ അച്ഛൻ ഇരുമ്പൻ ജോൺ. അവനെ വീഴ്ത്തിയത് നാസർ ഹുസൈൻ ആയിരുന്നു എനിക്ക് വേണ്ടി. അടുത്ത ഊഴം ബ്ലാക്കിന്റെ. അവനെ നീ വീഴ്ത്തണം എനിക്ക് വേണ്ടി. കൊല്ലം ദാസരിയുടെ സ്പെഷ്യൽ ഐറ്റം, ഒറിജിനൽ തോറ്റുപോകുന്ന ഡ്യൂപ്ലിക്കേറ്റ്. കാശ്മീരിലെ ടെററിസ്റ്റ് മുതൽ ആന്ധ്രയിലെ നക്സലൈറ്റ്സ് വരെ ഇപ്പൊ ഇവന്റെ കസ്റ്റമേഴ്സാ. പക്ഷേ അതിന്റെ അഹങ്കാരം ഇവനില്ല, അല്ലടാ. இந்த துப்பாக்கின்னு ஒரு வாட்டி வெடிச்சினா ஒரு ஆள் இறந்து போனோம். அவ்வளவுதான் தாசரி. Clean job.
ബ്ലാക്ക് സ്റ്റാലിയൻ. ഇങ്ങനെ മുഖാമുഖം കാണുമ്പോ നിന്റെ അച്ഛൻ ചത്തു വീണ ഇതേ സ്ഥലം തന്നെ ആവുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. നന്നായി, പഴയതൊന്നും നിന്നെ ഇനി ഓർമ്മിപ്പിക്കണ്ടല്ലോ. സർവീസ് ബുക്കിൽ നിന്ന് നാളെ നിന്റെ പേര് ഞാൻ വെട്ടും. പിന്നെ പത്രസമ്മേളനം, TV ക്യാമറയുടെ മുന്നിലിരുന്ന് നിനക്ക് വേണ്ടി 2 തുള്ളി കണ്ണീര് ഇറ്റിക്കും ഞാൻ. ഫോട്ടോ വരും, പത്രങ്ങളായി പത്രങ്ങൾ മുഴുവനും. നിന്റെ അല്ല, എന്റെ. പുതിയ കമ്മീഷണർ ഡൊമിനിക് നാദാർ ബ്ലാക്ക് സ്റ്റാലിയന്റെ മരണത്തിൽ അനുശോചിച്ചു. നാഗപ്പൻ, ക്ലിഞ്ചോ. പത്രത്തിൽ ഫോട്ടോ വരും. എന്റെ അല്ല, സാറിന്റെ. കമ്മീഷണർ നാടാര് വെടിയേറ്റ് മരിച്ചെന്ന്. ക്ലിഞ്ചോ. കമ്മീഷണറെ കൊന്നത് ക്രിമിനൽ നാഗപ്പൻ. ദാസരിയുടെ തോക്കും ഒരു എൻകൗണ്ടർ ഡ്രാമയും പിന്നെ കണ്ടതുപോലെ സാക്ഷി പറയാൻ ധൈര്യമില്ലാത്ത കുറെ ചെറ്റകളും. ഇത് 3 ഉണ്ടെങ്കിൽ ഏത് നാടാരെയും കൊന്ന് പെട്ടിയിലാകാം. ഇല്ലടാ, ചിരിക്കണ്ട. തലപ്പത്ത് മലയാളിയായി ഞാൻ ഇരിക്കണ കാലത്തെ നിന്റെ ഈ തോന്നിയാസം നടക്കൂ. ഞാനങ്ങോട്ട് മാറി
എന്റെ സ്ഥാനത്ത് നല്ല കൈക്കരുത്തുള്ള തമിഴന്മാർ ഓഫീസേഴ്സ് വന്ന ആ നിമിഷം തീരുന്നീ. എന്തു പറഞ്ഞാലും ഒരു ചിരി. ഇതെങ്ങനെയുണ്ട്? റെവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ. എടാ ക്ലിഞ്ചോ അലവലാതി. ചെലക്കാണ്ടിരിക്കന്റെ കൗണ്ടറെ ഇങ്ങനെയുണ്ടോ ഒരു ആർത്തി? ഇതാ നോക്കിയേ, 3 മാസം കൂടുമ്പം തുണിയെടുക്കാനാണെന്നും പറഞ്ഞ് ഞാൻ ഈ തിരുപ്പൂര് വരുന്നതേ നിങ്ങളെപ്പോലെ ചിലരെ കാണാനും ഒന്ന് കൂടാനും, പിന്നെ ഇതുപോലെ ചില സ്വയംബൻ സാധനങ്ങളെ കുടിച്ചു പറ്റിക്കാനുമാ. എന്റെ മണിമലക്കുന്ന് മാതാവേ, ഇവളെ കിട്ടിയാൽ 5 പവന്റെ സ്വർണ്ണ കൊലുസ് കട്ടായം തരും ജോർജ് കീച്ചപ്പിള്ളി. എന്തായടോ? രക്ഷയില്ല ചായ, അവൾ അമ്പലം ബില്ലും അടുക്കുന്നില്ലെന്നേ. കോടികൾ കൊടുത്താലും കിട്ടില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. താല്പര്യം ഉണ്ടെങ്കിൽ പറ, ഞാൻ വേറെ ആരെങ്കിലും. ഇവളുടെ കാര്യത്തില് ഒരു കോംപ്രമൈസും ഇല്ല. ഇവളെ ഞങ്ങൾക്ക് കിട്ടിയ തീരൂ. ഞാനൊരു വഴി പറയാം. ഇവളെ നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ കിട്ടണമെങ്കിൽ ഒരാൾ വിചാരിച്ചാലേ സാധിക്കൂ. ബ്ലാക്ക് സ്റ്റാലിയൻ. പക്ഷെ കാശ് കൊടുക്കേണ്ടി വരും. എത്ര വേണമെങ്കിലും കൊടുക്കാം, ഇവളെ കിട്ടിയാ മാത്രം മതി. ഓ, ഇതാണ് ഐറ്റം. കാശൊരു പ്രശ്നമല്ല, കാര്യം നടക്കണം. എന്തൊരു കാല് അല്ലേ സാർ? ഒരു പെണ്ണിന് 3 ആള്, അത് നടക്കത്തില്ല. നിങ്ങളെല്ലാം ഒറ്റയാക്കി ഇവളെ കിട്ടൂ. അതാരാണെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. വെറുതെ മുഖത്തോട് മുഖം നോക്കി നേരം കളയണ്ട. വഴി ഞാൻ പറയാം. ഓരോരുത്തരും മുടക്കാൻ പറ്റുന്ന തുക പറയുക. ഏറ്റവും കൂടുതൽ തുക പറയുന്ന ആളെ സാറ് സഹായിക്കും. ഞാൻ 2 ലക്ഷം ചെക്ക്. 3 ലക്ഷം DD. ഞാൻ 5 lakhs റെഡി ക്യാഷ്. 5 lakhs. അതെ, സമ്മതം. 6. ഞാൻ 6 മുടക്കാൻ തയ്യാറാ. 7 ലക്ഷം. No DD. Smart payment. ഞാൻ 8. 10 ലക്ഷം. കൂട്ടി പിടിക്കാതിരിക്കണ്ട റെഡ്ഡി, ഈ കേസ് ഞാനൊന്ന് എടുത്തോട്ടെ. 10 ലക്ഷം. നീ ലൂസാ? ആമാ ലൂസ്താ. ആമാ, ഞാൻ വരാം. അച്ചായനെ എടുത്തോട്ടെ. എടുത്തോ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇത് അഡ്വാൻസ്. സംഗതി നടക്കുന്നതിന് മുമ്പ് ബാക്കി പണം തരും. ഞാൻ ഇറങ്ങട്ടെ. ചെന്നിട്ട് കുഴമ്പിട്ടൊന്ന് കുളിക്കണം. മുടക്കുന്നത് 10 ലക്ഷമാണേ. അത് ശരിക്കും അങ്ങോട്ട് മുതലാക്കണമെങ്കിൽ പണി പലതും എടുക്കേണ്ടി വരും. ശരി. ലോറ സിംഗ്, ബാലരാമൻ ചെട്ടിയാരുടെ ബാറിലെ ഐറ്റം ഡാൻസർ. ചെട്ടിയാർക്ക് കള്ളുകച്ചവടം മാത്രമേ അറിയൂന്നായിരുന്നു നീ വരുന്നത് വരെ ബിസിനസ് ഫ്രണ്ട്സ് എന്ന കളിയാക്കാറുണ്ടായിരുന്നത്. മട്ടാഞ്ചേരിക്കാരൻ ഫെർണാണ്ടസിനെ മംഗലാപുരത്ത് വന്ന് സ്ഥിരതാമസമാക്കിയ പഞ്ചാബുകാരിയിൽ ജനിച്ച നിന്നെ പൊക്കിയെടുത്ത് എന്റെ ഡാൻസ് മാളിൽ പ്രതിഷ്ഠിച്ചപ്പോ ആ ഒറ്റ രാത്രി കൊണ്ട് എല്ലാവരും അഭിപ്രായം മാറ്റി. ബാലരാമൻ ചെട്ടിയാർക്ക് കള്ളുകച്ചവടം മാത്രമല്ല കലയും അറിയാമെന്ന്. അല്പസ്വല്പം മോഡലിങ്, പിന്നെ നൃത്തം. ഇത് രണ്ടും മാത്രം അറിയാവുന്ന നീ കടന്ന് കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ, എക്സിസ്റ്റൻസിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടപ്പോൾ തോന്നിയ ഒരു സിമ്പതി കൊണ്ട് ഇപ്പൊ ഗുണമുണ്ടായില്ലേ രണ്ടാൾക്കും. എന്റെ കച്ചവടവും കൊടുത്തു, നിന്റെ ജീവിതവും കൊടുത്തു. എനിവേ, ഐ എം റിയലി ഹാപ്പി. എ സ്മോൾ ഗിഫ്റ്റ് ഫോർ യു.
പോയി പോയി ആ പെണ്ണ് കാറ് കയറി പോയി. ഡീറ്റെയിൽസ് കിട്ടി. അവള് ആ സ്റ്റാമ്പ് വെണ്ടറുടെ മോളാ. സലീം ബാവ് വധക്കേസിലെ ദൃക്സാക്ഷി ഫെർണാണ്ടസിന്റെ മോള്. പോലീസിനും കോടതിയിലും കുറ്റസമ്മതം നടത്തിയ ജയിലിലേക്ക് രക്ഷപ്പെടാന്ന് കരുതിയല്ലടാ സലീം ബാവ. നീ കൊല്ലാൻ നോക്കിയത് ഞങ്ങളുടെ ബ്ലാക്കിനെയാ. അത് ഞങ്ങൾ പുറത്തു വരില്ല. നോ. നിങ്ങൾ പോലീസിന് കൊടുത്ത മൊഴി സലീം ബാവ കേസില് ഇപ്പൊ അതാ പ്രധാനം. ആ മൊഴി ഒന്ന് മാറ്റി പറയണം. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയത്? ക്രൈം ചെയ്യുന്നത് കുറ്റം. അയ്യോ, കണ്ടിട്ടും അത് കണ്ടില്ലെന്ന് പറയുന്നത് അതിലും വലിയ കുറ്റം. മരിച്ച സലീം ബാബ അവനൊരു ക്രിമിനൽ ആയിരുന്നു, ചാവേണ്ടവൻ. ജന്മം തരുന്നത് ദൈവമാണ്. അത് അവസാനിപ്പിക്കാൻ ആർക്കും അധികാരമില്ല. മൊഴി ഞാൻ മാറ്റി പറയില്ല. ഫെർണാണ്ടസിന് ഒരു തന്തേ ഉള്ളൂ, ഒറ്റ വാക്കും. You are a criminal and you must have to be punished. മോളെ കുറച്ച് വെള്ളം. ജന്മം കൊടുക്കുന്ന ദൈവമൊക്കെ തന്നെയാ, പക്ഷേ അത് അവസാനിപ്പിക്കുന്ന ഈ സിറ്റിയിൽ ഞാനാ ബ്ലാക്ക്. കളയിഞ്ചോ छोड़ो उसे, छोड़ो। भैया मुझे माफ करो, मुझे मालूम नहीं था। Come on, clear off, go.
നിന്നെ എനിക്ക് ഇഷ്ടമായി. ഇഷ്ടമാവുന്നതെന്തും സ്വന്തമാക്കും. അതാണ് അപ്പൊ ഞാനോ? 10 ലക്ഷം പോരെങ്കിൽ പറ, 12 തരും ഈ അച്ചായൻ. ഇനി കാശിന്റെ കാര്യം വേണ്ടിയ പൊട്ടിക്ക് ഞാൻ തന്നെ ഇനി ഏരിയയിൽ കണ്ടുവരുത്. അവൾ ഇനി ബ്ലാക്കിനുള്ളതാ. ചതി, കൊല ചതി. നിന്നോടൊക്കെ ദൈവം ചോദിക്കടാ.